പോലീസ് കേഡറ്റ് പദ്ധതിയിൽ പുതിയ സാമ്പത്തിക വ്യവസ്ഥ ഏർപ്പെടുത്തി സർക്കാർ. പുതിയതായി പദ്ധതി അനുമതി ലഭിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. യൂണിഫോം, ക്യാമ്പുകൾ, ഓഫീസ് ചെലവുകളും സ്കൂളുകൾ തന്നെയാണ് വഹിക്കേണ്ടത്. പുതിയ വ്യവസ്ഥ സ്കൂളുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുമെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി ദേവൻ MP ആണ് ചെയ്യുന്നത്. ദേവൻ, ഈ ഒരു പുതിയ വ്യവസ്ഥ വരുമ്പോൾ സ്കൂളുകൾക്ക് ഇതൊരു അധിക സാമ്പത്തിക ബാധ്യതയാകുകയല്ലേ? തീർച്ചയായും അഞ്ജലി, സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളിൽ അച്ചടക്കം, ഒപ്പം തന്നെ നേതൃപാഠവും, ഒപ്പം തന്നെ നിയമങ്ങളെ കുറിച്ചുള്ള അവബോധം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ഏകദേശം 1048ഓളം യൂണിറ്റുകൾ വിവിധ സ്കൂളുകളിലായി പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ യൂണിറ്റുകൾ അനുവദിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പുതിയ സാമ്പത്തിക വ്യവസ്ഥ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ പുതുതായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിറ്റുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പലപ്പോഴും സ്കൂളുകൾ തന്നെയാണ് സ്വമേധയാ അവരുടെ ചെലവുകൾക്കുള്ള, അതായത് ഈ ക്യാമ്പുകൾ നടത്താനും, ഒപ്പം തന്നെ ഈ കുട്ടികൾക്കുള്ള യൂണിഫോം അനുവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം ചെലവുകൾക്കെല്ലാം തന്നെ സ്കൂൾ മാനേജ്മെന്റുകളും അധ്യാപകർ തന്നെ സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുതിയതായി യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അതിന് 5 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരം ഒരു വിജ്ഞാപനം ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ വിജ്ഞാപനവും, ഒപ്പം തന്നെ ഇത് അനുവദിച്ച് കിട്ടുന്നതിനായുള്ള നടപടിക്രമങ്ങൾ, അതിന്റെ മറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി അത് സ്കൂളുകൾക്ക് സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം അടങ്ങുന്ന രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.